Hi friends, welcome to our channel. ഇന്ന് നമുക്കൊരു പനീർ ടിക്ക ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് 1 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, കടലമാവ് 2 ടേബിൾ സ്പൂൺ, പിന്നെ പനീറും capsicum, ഒനിയൻസും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം ഒരു ബൗളിൽ നമുക്ക് കേർഡും ചില്ലി പൗഡറും ടർമറിക് പൗഡറും കൊറിയാണ്ടർ പൗഡറും പെപ്പർ പൗഡറും സോൾട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കവും ഒനിയനും ചേർത്തിട്ട് നന്നായിട്ട് അത് കോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീറും കൂടെ ആ മസാലയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിന് മുകളിലേക്ക് ക്യാപ്സിക്കവും ഒനിയനും പനീറും വെച്ച് കൊടുക്കാം. പനീർ സ്റ്റിക്കിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ മെല്ലെ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പനീർ പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കിലേക്ക് പനീറും നമ്മുടെ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഓരോ സ്റ്റിക്കായിട്ട് മെല്ലെ നമുക്ക് വെച്ച് കൊടുക്കാം. ലോ ഹീറ്റിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പനീറിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക, ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.